വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് എൻ്റെ ഫേവറേറ്റ് സ്നാക്ക് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. എൻ്റെ ഈ സ്നാക്സ്, എനിക്ക് ബേക്കറി ഐറ്റംസ് ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കണത്. അപ്പം ഞാൻ ഒരുപാട് കഴിക്കുമായിരുന്നു പണ്ടൊക്കെ. അപ്പം പണ്ട് തൊട്ടുള്ള ഫേവറേറ്റ് രണ്ട് സംഭവങ്ങളാണ്, ഒന്ന് എഗ് പപ്സും ഒന്ന് സമോസയും. അതിൽ ഈ സമോസയിൽ തന്നെ എനിക്ക് പഞ്ചാബി സമോസ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ആരുടെ കൂടെ എവിടെ പുറത്തു പോയാലും ഞാൻ ആദ്യം മേടിക്കുക പഞ്ചാബി സമോസയായിരിക്കും. ഈ നോർമൽ സമോസയല്ല, അല്ലാതെ പഞ്ചാബി സമോസ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കെന്തോ അതിൻ്റെ ടേസ്റ്റും, എനിക്ക് ഈ മല്ലിയിലൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം എനിക്ക് ഈ നോർത്ത് ഇന്ത്യൻ ടൈപ്പിലുള്ള എല്ലാ ഫുഡും അവരുടെ കൾച്ചറും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഈ പഞ്ചാബി സമോസ എൻ്റെ ഫേവറേറ്റ് ആയിട്ട് കുറേ വർഷങ്ങളായി. നമ്മൾ ഇതുവരെ വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടൊന്നുമില്ല. അപ്പം ഇന്ന് എപ്പോഴും കടയിൽ നിന്നാണല്ലോ മേടിച്ച് കഴിക്കുക. അപ്പോൾ ആ ടേസ്റ്റ് എനിക്ക് അങ്ങോട്ട് സെറ്റായി. അതും പാലായിലൊക്കെ ആണെങ്കിൽ എനിക്ക് ഒരു കടയിലെ മാത്രം അത് ഇഷ്ടമുള്ളൂ. നമ്മൾ ട്രിവാൻഡ്രം ഷൂട്ടിലൊക്കെ ഉള്ളപ്പോൾ പല സ്ഥലത്ത് കിട്ടും, പക്ഷെ പാലായിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഒരു ബേക്കറിയിലേ ഉള്ളൂ. അപ്പോൾ അവിടെ ഇങ്ങനെ വരുന്ന അവിടെ ഉള്ളവർക്കും അറിയാം. വരുമ്പോഴേ എൻ്റെ അടുത്ത് പറയും സമോസ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ട്, നമ്മൾ വീട്ടിൽ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പം ഇന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ തോന്നി, കാരണം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവം ഞാൻ ഉണ്ടാക്കാൻ പഠിക്കണമല്ലോ. അപ്പൊ ഇന്ന് ഒരു ട്രയൽ തന്നെയാണ്. സക്സസ് ആവോ ഇല്ലയോ അതൊന്നും അറിയില്ല. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാകും എൻ്റെ പഞ്ചാബി സമോസ എന്നുള്ളത്. പഞ്ചാബി സമോസയ്ക്കും അധികം പച്ചക്കറികളൊന്നും വേണ്ടല്ലോ, കിഴങ്ങും സവോള അങ്ങനെയൊക്കെ സംഭവങ്ങൾ മതി. പക്ഷെ ഞാൻ ഈ മലയാളീസിന്റെ റെസിപ്പീസിലൊക്കെ നോക്കുമ്പോൾ അതിൽ സവോളയൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഹിന്ദിക്കാരനൊക്കെ നോക്കിക്കഴിയുമ്പോൾ അവരങ്ങനെ സവോളയൊന്നും ഇട്ട് ഞാൻ കണ്ടില്ല. എന്തായാലും നമുക്കൊരു മലയാളിത്തം എല്ലാത്തിലും ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് സവോള ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ആദ്യം അതിനുള്ള ആ മാവ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം, കാരണം അതൊരു 40-45 മിനിറ്റ്സ് ഒക്കെ ഇരുന്നതിന് ശേഷമാണ് നമ്മൾ പരത്തുക. അപ്പോൾ നമുക്ക് ആദ്യം അത് കുഴച്ച് സെറ്റാക്കി വെക്കാം. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി നമ്മൾ ആദ്യം 1 കപ്പ് മൈദയാണ്. നമ്മൾ ഒരുപാട് ഉണ്ടാക്കാനില്ല. ഈ 1 കപ്പ് മൈദയെങ്കിലും വെച്ചില്ലെങ്കിൽ എല്ലാത്തിന്റെയും മെഷർമെന്റ്സ് അറിയില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിമോദകവും നെയ്യും ഒക്കെ ഇട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. ഇതാണ് കേട്ടോ അരിമോദകം. അപ്പൊ നമ്മൾ ഈ ഒരു മാവിലേക്ക് ഈ പൊടിയിലേക്ക് അരിമോദകം ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട്. വേണമെങ്കിൽ പിന്നെ എല്ലാവരും നെയ്യ് വേണമെങ്കിൽ ഒഴിച്ചോളൂ. നെയ്യൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ഭയങ്കര നല്ല ടേസ്റ്റ് ആണല്ലോ. പിന്നെ കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക. എന്നിട്ട് വെള്ളം വെച്ച് സാധാരണ നമ്മൾ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കുക. അമ്മ ഇവിടെ മാവ് കുഴച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് അപ്പുറത്തൊരു ആളും ഉണ്ട്, ഇത് എന്താന്ന് അറിയാനായിട്ട് നോക്കിയിരിപ്പ്. അപ്പൊ ഇതേ നമ്മുടെ മാവ് ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊരു 40-45 മിനിറ്റ്സ് ഒക്കെ നമ്മൾ ചുമ്മാ ഒന്ന് വെക്കുകയാണ്. അപ്പൊ ഈ ഒരു മാവ് കുഴച്ചൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ സമോസയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ്സ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അത് സെറ്റ് ആകുമ്പോഴത്തേക്കും നമുക്കിത് പരത്താറാവും കേട്ടോ. അപ്പം നമുക്ക് ഇനിയിപ്പോൾ സമോസയുടെ ഉള്ളിൽ വെക്കേണ്ട സംഭവങ്ങൾ സെറ്റ് ചെയ്യാം. അപ്പം നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം മല്ലി, പിന്നെന്താ ജീരകം, ചെറിയ ജീരകവും വലിയ ജീരകവും കൂടെ ഒന്ന് ചൂടാക്കി പൊടിച്ചെടുക്കണം. പൊടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മിക്സിയിലല്ല, ഇങ്ങനെ ഇടിച്ചിടിച്ചിടിച്ചിടിച്ചൊരു ഇത് വരുമല്ലോ. അപ്പോൾ ആ ഒരു മസാലയുടെയൊക്കെ ഏറ്റവും വലിയൊരു ഫ്ലേവർ അല്ല ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ ഒരു മിക്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് പാനിലിട്ട് നമുക്ക് ഇതൊന്ന് ചൂടാക്കി പൊടിച്ചെടുക്കാം. സമോസയ്ക്ക് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളെല്ലാം നേരത്തെ എടുത്ത് വെച്ചിട്ടാണ് കുക്കിംഗ് തുടങ്ങാറുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ചൂടാക്കി പൊടിച്ച് വെച്ചിട്ടുള്ള മസാല. പിന്നെ കരിഞ്ജീരകം, അരിമോദകം, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ക്രഷ്ഡ് ചില്ലി, കുറച്ച് ലെമൺ ജ്യൂസിന് വേണ്ടിയിട്ട് ഹാഫ്, പിന്നെ സവോള, ഇഞ്ചി കുനുകുന അരിഞ്ഞത്, പച്ചമുളക്, പിന്നെ നമ്മുടെ സ്മാഷ്ഡ് പൊട്ടറ്റോ, ഗ്രീൻ പീസ്, മല്ലിയില, പിന്നെ നമ്മുടെ മൈദ, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണമെങ്കിൽ കേട്ടോ. അപ്പോൾ ഇത്രയും സംഭവമാണ് നമ്മുടെ സമോസയ്ക്ക് വേണ്ടതായിട്ടുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ മസാല പ്രിപ്പയർ ചെയ്യാം നമുക്ക്. അപ്പോൾ നമ്മൾ എണ്ണ ചൂടാക്കി ആദ്യം നമ്മുടെ പച്ചക്കറികൾ ഇടുകയാണ്. സവോളയാണെങ്കിലും നമ്മളൊരു പകുതി പോലും എടുത്തിട്ടില്ല, കുറച്ചേ എടുത്തിട്ടുള്ളൂ. കാരണം ഒരുപാട് ഞാൻ ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളതുകൊണ്ട് ഒരുപാട് റെഫറൻസ് വീഡിയോസൊക്കെ നോക്കിയിട്ട് അത് എങ്ങനെയാണ് പ്രോപ്പർ എന്നുള്ളത് അറിയാൻ വേണ്ടി. അപ്പം നമ്മൾ വളരെ ചെറിയ കുറച്ച് വീഡിയോസിൽ മാത്രമാണ് ഈ സവോള, ഇഞ്ചി ആഡ് ചെയ്യുന്നത്. ബാക്കി എല്ലാത്തിലും ഈ ഉരുളക്കിഴങ്ങ് മാത്രമാണ് മെയിൻ സംഭവം, പിന്നെ ഗ്രീൻ പീസും. അപ്പം നമുക്കൊരു മലയാളിത്തം വന്നോട്ടേ എന്ന് കരുതി നമ്മളെല്ലാം കുറച്ച് ആഡ് ചെയ്ത് വിടുന്നുണ്ട്. പിന്നെ ഇഞ്ചിയൊക്കെ വരുന്ന നല്ലതാണല്ലോ. അപ്പോൾ ഇതൊന്ന് വന്നിട്ട് നമുക്ക് ബാക്കി സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യാം. ഇനി നമ്മൾ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഭയങ്കര കുറച്ച് മാത്രം. ഇതും കൂടി ഒന്ന് സെറ്റ് ആയതിനു ശേഷം നമുക്ക് നമ്മുടെ മസാലാസ് എല്ലാം കൂടെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മസാലാസ് ആഡ് ചെയ്യാം. എടുത്ത് വെച്ചിട്ടുള്ള മസാലാസ് ഓരോന്നും ആഡ് ചെയ്യണം കേട്ടോ. എല്ലാം എടുത്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് ഒറ്റയടിക്കുന്ന തട്ടിയാൽ മതി. അപ്പോൾ നമ്മുടെ മസാലാസ് എല്ലാം ഇട്ടു. ഞാൻ ഓൾറെഡി എല്ലാം എടുത്ത് വെച്ചത് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഈ ഒരു മസാല പൊടികളാണ് ഈ ഒരു മെയിൻ ഈ ഒരു സമോസയുടെ ഒരു മസാലയുടെ ഏറ്റവും വലിയൊരു സംഭവം കേട്ടോ. ഈ ടേസ്റ്റും ഫ്ലേവറും ഒക്കെ മെയിൻ ഇതാണ്. ഈ പൊടികളും മല്ലി മറ്റേ ജീരകം അങ്ങനത്തെ ഫ്ലേവറാണ് ഏറ്റവും കൂടുതൽ എടുത്ത് നിൽക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് വരാനൊരു മടി. ഇനിയിപ്പോൾ ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. ഇതെല്ലാം സാധനം എടുത്ത് വെക്കുകയാണെങ്കിൽ ഭയങ്കര പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റ് ആക്കാവുന്ന സംഭവമാണ് കേട്ടോ. മിക്സ് ചെയ്തിട്ട് വരാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട്, കാരണം നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം ഉപ്പ് നോക്കിയിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ ഗ്രീൻ പീസ് കുറച്ചിടുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില. എനിക്കാണെങ്കിൽ മല്ലിയിലയുടെ ഒക്കെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് നാരങ്ങ നീര്, ഒരു പകുതി നാരങ്ങയുടെ ഒരു ഇച്ചിരി നീരും കൂടി അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതേ നമ്മുടെ മസാല ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പഞ്ചാബി സമോസയ്ക്കുള്ള ഫില്ലിങ് സെറ്റാണ്. ഇനി നമുക്ക് മാവും കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. മാവ് നമ്മൾ സെറ്റ് ചെയ്യണം. ഓരോ ചെറിയ കുട്ടി കുട്ടി ബോൾസ് പോലെ നമ്മൾ ആക്കിയെടുക്കും. സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അങ്ങനെ ബോൾസ് ആക്കിയിട്ട് നമുക്ക് പരത്തിയെടുക്കണം. നാല് ബോൾ നമ്മളിവിടെ ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പം 1 കപ്പ് മൈദയിൽ നമുക്ക് ഇത്രയും 4 ബോൾ കിട്ടി. കാരണം കുറച്ച് കട്ടിക്ക് വേണം നമുക്കിത് കിട്ടാനായിട്ട്. ഇനിയിപ്പോൾ നമുക്കിത് ചപ്പാത്തി പോലെ പരത്തിയെടുക്കാം. നമുക്കൊരു റൗണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിനെ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെയാണ് അവരൊക്കെ പറഞ്ഞത്. കട്ട് ചെയ്ത് നമുക്കിപ്പം ഒരു റൗണ്ടിൽ നിന്ന് നമുക്ക് 2 സമോസ ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് ഇതുപോലൊരു ട്രയാങ്കിൾ ഷേപ്പിലേക്ക് നമ്മൾ ആക്കണം. വെള്ളം കൂട്ടി ഇങ്ങനെ ഒട്ടിച്ച് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നമ്മുടെ ഫില്ലിങ്സ് കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കുറച്ച് കുറച്ച് വെച്ചിട്ട്. നമ്മളോട് കയറില്ലേ? ഓക്കെ. ഇനി നമ്മൾ ഓക്കെ നമ്മുടെ ഒരു സമോസ ഇവിടെ സെറ്റാക്കി. അപ്പോൾ അതുപോലെ ബാക്കിയും കൂടെ ഒന്ന് സെറ്റാക്കിയിട്ട് കാണിക്കാം കേട്ടോ. നീണ്ട പ്രയത്നത്തിന് ശേഷം നമുക്ക് സമോസയുടെ ഷേപ്പ് കിട്ടി കേട്ടോ. എങ്ങനെയൊക്കെയോ ഷേപ്പൊക്കെ സെറ്റായി. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് നമ്മുടെ ആദ്യത്തെ സമോസേനെ അങ്ങ് ഇടാം. ഇതെല്ലാം നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമ്മളങ്ങനെ മുങ്ങിക്കെടുക്കാനുള്ള സമോസയുടെ എണ്ണ ഇട്ടിട്ടില്ല. നമുക്കിനി ഓരോന്നോരോന്നായിട്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണമല്ലോ എങ്ങനെയാണെന്ന്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുത്ത്, ഇത് നമ്മുടെ ട്രയൽ ആയതുകൊണ്ട് എങ്ങനെയാണെന്നുള്ളതൊന്ന് ആദ്യം നോക്കട്ടെ, എന്നിട്ട് നമുക്ക് കാണിക്കാം കേട്ടോ. ഇത് റൗണ്ടപ്പോൾ നമ്മൾ കോരി എടുത്തു കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. സോ അങ്ങനെ നമ്മുടെ പഞ്ചാബി സമോസ വളരെയധികം പെട്ടെന്ന് പരിപാടി കഴിഞ്ഞതേ ഇവിടെ സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. എല്ലാം നല്ല ക്രിസ്പി ആയിട്ടുള്ള പഞ്ചാബി സമോസ ഇവിടെ സെറ്റാണ്. എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് തന്നെ ചൂടോടെ ഇട്ടപ്പോൾ തന്നെ നമുക്കിങ്ങനെ ഒരു ത്വര വരുമല്ലോ കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നൊരു സംഭവം. നമ്മൾ പുതിയ പുതിയ പരീക്ഷണങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെ അടുത്തൊരു പുതിയ പരീക്ഷണവും ഇവിടെ സക്സസ്ഫുൾ ആയിരിക്കുന്നു. അങ്ങനെ പഞ്ചാബി സമോസയും അപ്രൂവ്ഡ് ആണ് എന്ന് വിചാരിച്ച് നമുക്ക് ടേസ്റ്റും കൂടി ഒന്ന് നോക്കാം അല്ലേ. നല്ല ചൂടുണ്ടല്ലോ. ഹായ്, നല്ല ക്രിസ്പിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് നമ്മുടെ സാധാ സമോസയും ഈ സമോസയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളാണ് എനിക്ക് ടേസ്റ്റിൽ. എനിക്ക് സത്യത്തിൽ ഈ സമോസയാണ് ഏറ്റവും ഇഷ്ടം. മറ്റേൽ നമ്മൾ ക്യാരറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഫില്ലിങ്സ് ഒക്കെ ഉരുളക്കിഴങ്ങൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും മേ ബി ഇതിൽ നമ്മൾ മല്ലി ജീരകം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എക്സ്ട്രാ ഇടുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഫ്ലേവർ ഇറങ്ങിയതുകൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ എന്നെപ്പോലെ പഞ്ചാബി സമോസയൊക്കെ വീട്ടിൽ അല്ലെങ്കിൽ ഇഷ്ടം ഒരുപാടുള്ളവർ വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയും കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോസ് ആയിട്ട് ഇനി വീണ്ടും വരാം. ബൈ.